സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ ജോലി സമയം ഉയർത്തിയതിൽ ഇടുക്കിയിലും പ്രതിഷേധം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിലൂടെ ഡോക്ടർമാരുടെ ജോലി സമയം ഏകപക്ഷീയമായി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് KGMOA ആരോപിച്ചു. സംസ്ഥാനത്തെ പല ആശുപത്രികളിലും ആവശ്യമായ ഡോക്ടർമാർ നിലവിലില്ല. പല ഡോക്ടർമാരും 2-3 ഡോക്ടർമാർ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ട സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് ഡ്യൂട്ടി സമയം ഇനിയും വർദ്ധിപ്പിക്കുന്നത്. സർക്കാർ ഡോക്ടർമാരുടെ ഏക സംഘടനയാണ് KGMOA. അപ്പൊ KGMOA പോലുള്ള സംഘടനയുടെ ഒരൊറ്റ സംഘടനയുള്ളൂ. ആ സംഘടനയോട് ആലോചിക്കാതെ സർക്കാർ ഒറ്റയടിക്ക് ഒരു മുന്നൊരുക്കം ഇല്ലാതെ ഇറക്കിയ ഓർഡറാണിത്. ഇതിൽ പറയുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഡ്യൂട്ടി ടൈം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. നമുക്കറിയാം, ഇപ്പൊ ഇത് ഞങ്ങളെ ഉടുമ്പൻചോല നിയോജക മണ്ഡലമാണ്, ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ഉടുമ്പൻചോല. ഇവിടെ ഒരൊറ്റ സർക്കാർ ആശുപത്രിയാണ് സ്പെഷ്യാലിറ്റി ഉള്ളത്. അപ്പൊ ഇവിടെ ഞാൻ പറയുകയാണ്, ഞാൻ സർജനാണ്, ഞാൻ ഇവിടെ ഒറ്റ ഒരാളാണ്. എനിക്കുള്ള ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞാൽ OP നോട്ടം മാത്രമല്ല, ഇൻപേഷ്യന്റ് IP ഉണ്ട്, കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ട്, ഇതുകൂടാതെ സർജറികൾ ചെയ്യണം, ഗവൺമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് കോഡ് ഡ്യൂട്ടി ഉണ്ട്, VIP ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. ഇതെല്ലാം നമ്മൾ പങ്കെടുക്കണം. പലപ്പോഴും ഈ ജില്ലയിൽ ശരിക്കും നമുക്കറിയാം 100 കിലോമീറ്റർ വരെയാണ് അവിടുന്ന് വരെ വരുന്ന പേഷ്യൻസ്. ഇവിടെ രാവിലെ വരുമ്പോൾ എനിക്കൊരു ഡ്യൂട്ടി ആണെങ്കിൽ അവർക്ക് എന്നെ കാണാതെ മടങ്ങി പോകേണ്ട അവസ്ഥയാണ്. അവിടെ ഡോക്ടറാണ് കുറ്റക്കാരനാകുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾക്കിപ്പോ പുതിയ ബിൽഡിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിൽ ഇരുന്ന് ജോലി എടുക്കാനായിട്ട് നമുക്ക് ഡോക്ടർമാർ മാത്രം പോരാ, അതുകൂടെ അനുബന്ധ ബാക്കി എല്ലാ സ്റ്റാഫുകളും വേണം. നിലവിലുള്ള ഒഴിവുകൾ മുഴുവൻ നികത്തുകയും വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്യണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കാനും ഇടപെടലുണ്ടാവണമെന്ന് ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നു. അധികം സംഘടന ഇപ്പോൾ നിലവിലത്തെ തീരുമാനം അനുസരിച്ച് നമ്മൾ ഇന്നൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും അത് ഇതിന്റെ കുറവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി ജനങ്ങളെ അറിയിക്കുക മാത്രമാണ്. ഇതിനകത്ത് ഈ ഓർഡർ പിൻവലിച്ചില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ഉള്ള മുറകളിലോട്ട് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ തുടരുക തന്നെ ചെയ്യും. നമ്മൾ ഒരു വിധത്തിലും നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകുന്നു. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. തുറന്നിരിക്കുന്ന സേവനങ്ങൾ അതുപോലെ തന്നെ തുടരുകയും പുതിയ ഓർഡർ അനുസരിച്ചുള്ള രീതിയിലുള്ള സമയക്രമങ്ങൾ മാറ്റവും. പൊതുജനങ്ങളെ ശുശ്രൂഷിക്കാൻ ഡോക്ടർമാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒഴിവുകൾ നികത്താതെ കൂടുതൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന ആതുര സേവന രംഗത്ത് സേവനമനുഷ്ഠിക്കുന്നവർ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. മൊത്തത്തിൽ നോക്കിയാൽ തികച്ചും ജനങ്ങൾക്ക് ഇത് പ്രതികൂലമായിട്ടേ വരത്തുള്ളൂ. കാരണം നൈറ്റില് ഇവിടെ ഓൺ കോൾ എടുത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് വന്നാല് പിറ്റേ ദിവസം OPയിൽ വരില്ല. എങ്ങനെ വരും? മാനുഷികമായിട്ട് എങ്ങനെ വരാൻ പറ്റും? ആ OP വീണ്ടും മുടങ്ങും. അല്ലെ തന്നെ നമുക്ക് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നു, ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവിടെ OP മുടങ്ങാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതുപോലെ ഒരു അധിക ജോലിഭാരം കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നമ്മളെ ജോലിഭാരം കൂടും. അതോടൊപ്പം തന്നെ മാനസികമായിട്ട് നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ ഒന്നും കിട്ടത്തില്ല. മൂന്നാമത് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അത് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ആവശ്യം കൂടുതലായിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, കൂടുതൽ ഡോക്ടർമാരെ കൊണ്ടുവരണം, കൂടുതൽ സ്റ്റാഫിനെ കൊണ്ടുവരണം, നഴ്സസിനെ കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ ആരോഗ്യ വകുപ്പിനെ നമ്മൾ ഉയരത്തിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ അത് അമിത ജോലിഭാരം നൽകി നമ്മുടെ ക്വാളിറ്റി, വർക്കിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്തിട്ടല്ല, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടണം. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. അതേസമയം ആശുപത്രിയിലെത്തുന്ന പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെയായിരിക്കും പ്രതിഷേധം നടത്തുക എന്നും KGMOA അറിയിച്ചു. ഇടുക്കിയിലെ വിനോസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.